കർത്താവിൻ്റെ പരിശുദ്ധനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ചില ദിവസങ്ങളായി ദൈവത്തിൻ്റെ കരുതൽ, അതിൽ രാത്രിയിലെ ദൈവത്തിൻ്റെ കരുതലിനെ കുറിച്ചുള്ള ചില ചിന്തകൾ നിങ്ങളുടെ മുമ്പിൽ വെപ്പാൻ ഞാൻ ഇടയായി തീർന്നു. സ്തോത്രം. ഇന്നും അതിനോടനുബന്ധിച്ച് ചില കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. എന്നാൽ കഴിഞ്ഞ ദിവസം ഇവിടെ പറഞ്ഞൊരു വാക്യം തന്നെ ഞാൻ കുറുവാക്യം 4-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാം വാക്യം, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നു. ഭയം നിറഞ്ഞ ഒരു ലോകത്തിലാണ് നാം ആയിരിക്കുന്നു. കർത്താവ് നമ്മളോട് പറഞ്ഞിട്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഭ്രമിച്ച് നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാണ്. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, എൻ്റെ നീതിയുള്ള ഭുജം നിനക്ക് വേണ്ടി താങ്ങും. അവൻ നമ്മെ കരുതുന്ന ദൈവത്തിൻ്റെ കരുതൽ. ഇത് നമ്മുടെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ പ്രോമിസും വാഗ്ദത്തങ്ങളും എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്, പക്ഷെ നമ്മൾ പലപ്പോഴും ഇത് ഏറ്റെടുക്കാറില്ല. സ്തോത്രം. ഈ ദിവസങ്ങളിൽ വചനം നമ്മൾ കൺവേർട്ട് ചെയ്യണം. വചനം അത് നമ്മുടേതാക്കി നമ്മൾ ഏറ്റെടുക്കണം. നമ്മുടേതാക്കി ഏറ്റെടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വിടുതലും ആ വചനത്തിൻ്റെ ശക്തിയും കാണാൻ പോകുന്നത്. സ്തോത്രം. ആമേൻ. ഞങ്ങൾ ഈ ദിവസങ്ങളിൽ ഈ ചർച്ചിൽ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ദൈവം ഞങ്ങളെ ഇറക്കിക്കൊണ്ടു പോകുന്നു. വചന വെളിപ്പാടുകൾ ദൈവം ഞങ്ങൾക്ക് തരുന്നു. സ്തോത്രം. ആമേൻ. ആ നിലകളിൽ സ്തോത്രം, ദൈവവചന ശുശ്രൂഷയിലും ബൈബിൾ ക്ലാസ്സിലും ഒക്കെ ആ നിലകളിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്തോത്രം. സദൃശവാക്യം ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചതാണെങ്കിലും ഒരിക്കൽ കൂടെ വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സദൃശവാക്യം 25-ന്റെ 2-ാം വാക്യം. സദൃശവാക്യം 25-ന്റെ 2. കാര്യം മറച്ചു വെക്കുന്ന ദൈവത്തിന്റെ മഹത്വം, കാര്യം ആരായുന്നതോ രാജാക്കന്മാരുടെ മഹത്വം. ആമേൻ. ഞാനിവിടെ, നമുക്കറിയാം, ഈ വചനം നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ളതാണെങ്കിലും ഈ വാക്യം ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. കാര്യം മറച്ചു വയ്ക്കുന്ന ദൈവത്തിൻ്റെ മഹത്വം, കാര്യം ആരായുന്നത് രാജാക്കന്മാരുടെ മഹത്വം. ദൈവം നമ്മളെ രാജാക്കന്മാരും പുരോഹിതന്മാരും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാക്കി തീർത്തിരിക്കും. നമ്മൾ സാധാരണക്കാരല്ല. നമ്മുടെ ഫാസ്റ്റ് ഹിസ്റ്ററി നോക്കിയാൽ നാം ജെൻറ്റൈൽസ് ആയിരുന്നു, നാം ജാതികളായിരുന്നു. എന്നാൽ ദൈവം നമ്മളെ പുത്രപുത്രന്മാരാക്കി തീർന്നു. ഇവിടെ നാം വായിച്ചത്, ദൈവം കാര്യങ്ങളെ മറച്ചു വെക്കും, ആ ദൈവത്തിന് മഹത്വമാണ്. എന്നാൽ അത് ആരാഞ്ഞ് അറിയേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് രാജാക്കന്മാർക്ക് മഹത്വം. നാം അത് ആരായുവാൻ തുടങ്ങിയാൽ അത് ദൈവമഹത്വമായി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ഇടയായിട്ട്. അത് കർത്താവ് പല കാര്യങ്ങളും മറച്ചു വെച്ചിട്ടിരിക്കുക. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആരാഞ്ഞറിയേണ്ടത് നാം അത് ദൈവസന്നിധിയിൽ അത് നാം മധ്യസ്ഥ എന്നാൽ കർത്താവിനോട് ചോദിച്ചാൽ കർത്താവ് നമുക്കിത് വെളിപ്പെടുത്തി തരുവാനിടയായി. ചോദിക്കുന്നവർക്ക് മാത്രമേ. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു വചനമാണ്. കഴിഞ്ഞ ദിവസം ദൈവാത്മാവ് എന്നോട് ഇടപെട്ട ഒരു വചനമാണ്. യെഹെസ്കേൽ പ്രവചനത്തിൻ്റെ 37-ാം അധ്യായത്തിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ഇന്ന് പലക്കാലം ക്ഷണിക്കുന്നത്. യെഹെസ്കേൽ പ്രവചനം 37-ാം അധ്യായം. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചു, താഴ്വയുടെ നടുവിൽ നിർത്തി, അത് അസ്ഥി കൊണ്ട് നിറഞ്ഞിരുന്നു. യെഹെസ്കേൽ പ്രവചനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് യെഹെസ്കേലിനോട് പറഞ്ഞ ഒരു പ്രവചനമാണ് അവിടെ വായിച്ചത്. നമുക്കറിയാം, ഈ താഴ്വര അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു താഴ്വരയാണ്. മിക്ക മനുഷ്യരും ഭയപ്പെടുന്ന ഒരു അവസ്ഥയാണ്. അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന താഴ്വര എന്ന് പറയുമ്പോൾ ഇത് ശവക്കോട്ടയാണ്. ശവക്കോട്ടയിൽ പോയി കിടക്കുവാനോ അതിൽ കൂടെ നടക്കുവാനോ ഒറ്റയ്ക്ക് നടക്കുവാനോ സാധാരണ നിലയിൽ ആരും ഇഷ്ടപ്പെടത്തില്ല. എന്നാൽ അത് അവിടെ ജോലി ചെയ്യുന്നവരൊക്കെ ഇഷ്ടപ്പെടുമായിരിക്കും. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് യെഹെസ്കേലിന്റെ മേൽ വന്നിട്ട് നീ അസ്ഥി താഴ്വരയിലേക്ക് പോകുവാൻ പറഞ്ഞു. മാത്രമല്ല, അവിടെ താഴ്വരയിൽ അവനെ ചുറ്റി നടത്തി ഒന്ന് കാണിച്ചു, അവസ്ഥകളെ കാണിച്ചു. നോക്കിയപ്പോൾ അസ്ഥിയൊക്കെ പൊടിഞ്ഞ് മഴയും വെള്ളവും മണ്ണും എല്ലാം കൊണ്ട്
അവൻ ഉണങ്ങി വരണ്ട് പൊടിഞ്ഞു കിടക്കുന്ന അസ്ഥികൾ. അവൻ സ്തോത്രം, കണ്ടാൽ ഭീതിപ്പെടുത്തുന്ന രീതിയിലുള്ള അസ്ഥികൾ കൂട്ടം അവിടെ കിടക്കുന്നു. സ്തോത്രം, ആർക്കും ഇഷ്ടപ്പെടാത്ത ഒരു അവസ്ഥയിലുള്ള ഒരു സാഹചര്യത്തിലാണ്. അതിൻ്റെ നടുവിലേക്കാണ് ദൈവത്തിൻ്റെ ആത്മാവ് ആമേൻ ഈ പ്രവാചകനെ കൊണ്ടുപോകാനിടയായിട്ടത്. സ്തോത്രം. എന്നിട്ട് ദൈവം ചെയ്ത ഒരു കാര്യമുണ്ട്. അവൻ എന്നെ, 2-ാം വാക്യത്തിൽ ഇങ്ങനെ വാങ്ങി, അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി നടക്കുമാറാക്കി. അവ താഴ്വയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു, അവ ഏറ്റവും ഉണങ്ങി വരുന്നു. സ്തോത്രം. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ ഇതുപോലെയുള്ള അവസ്ഥകളിൽ കൂടെ ഒരിക്കലും ജീവിക്കുകയില്ല. നമ്മുടെ വിഷയത്തിൽ ഒരിക്കലും ഒരു നന്മ കാണുകയില്ല. അത് നമ്മുടെ കുടുംബത്തിലായാലും കുഞ്ഞുങ്ങളുടെ അവസ്ഥയിലായാലും നമ്മുടെ ബിസിനസ്സിലായാലും നമ്മുടെ ജോലിയിലായാലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഈ അസ്ഥി താഴ്വരയിൽ ഇങ്ങനെ ദ്രവിച്ചു കിടക്കുന്ന അസ്ഥി പോലെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു നന്മ പ്രാപിക്കുകയില്ല എന്ന് പറഞ്ഞുള്ള രീതിയിൽ പിശാച് നമ്മളോട് ഇടപെട്ട് നമ്മൾ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന അവസ്ഥ ഇന്ന് പാൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ഈ അസ്ഥി താഴ്വരയിലേക്ക് നമ്മെ ഇറക്കിയിട്ട് പറയുകയാണ്. ഹല്ലേലൂയ. ഇവിടെ കൊണ്ടു നിർത്തിയിട്ട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, നിനക്കൊന്ന് പ്രവചിക്കാൻ കഴിയുമോ? നിന്റെ വാ തുറന്ന് നിനക്കൊന്ന് പറയാൻ കഴിയുമോ? ആമേൻ. ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുകയാണ്, ഹല്ലേലൂയ, ഈ അസ്ഥികൾ ജീവിക്കുമോ? ഹല്ലേലൂയ. ദൈവത്തിലെ നമുക്കെതിരെ ഉള്ള പ്രോബ്ലത്തെ ഓവർകം ചെയ്യുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേലെ അധികാരം പകർന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഒരിക്കലും ജീവിക്കയില്ലെന്ന് പറയുന്ന വിഷയം, ഒരിക്കലും ജീവിപ്പിക്കയില്ലെന്ന് പറയുന്ന വിഷയം, ഒരിക്കലും ഒരു നന്മ വരികയില്ലെന്ന് പറയുന്ന വിഷയം, ഒരിക്കലും ഒരു നന്മ കാണുകയില്ലെന്ന് പറയുന്ന വിഷയം, ആമേൻ, അതിനെ ജീവിപ്പാനാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേലുള്ളത്. ഹല്ലേലൂയ. ദൈവത്തിലെ ഉണങ്ങിക്കിടക്കുന്ന അവസ്ഥയിൽ, വരണ്ടു കിടക്കുന്ന അവസ്ഥയിൽ, അതെ, എല്ലുകൾ കൂമ്പാരമായി കിടക്കുന്ന അവസ്ഥയിൽ കഴിഞ്ഞ നാളുകളിൽ ദൈവം എന്നെ ഉപയോഗിച്ചു. എന്നാൽ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, ശോധനയുമായ അവസ്ഥയിൽ ഞാൻ കിടക്കുമ്പോൾ ഇന്ന് പാൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ഇടപെടുന്നു. ആമേൻ. സ്തോത്രം. ആമേൻ. 3-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്ന, മനുഷ്യപുത്ര, അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയെ കർത്താവേ, നീ അറിയുന്നു. ഇന്ന് പാൽക്കാലം ദ്രവിച്ചു കിടക്കുന്ന, മറഞ്ഞു കിടക്കുന്ന, മണ്ണിനടിയിൽ കിടക്കുന്ന അസ്ഥി പോലെ കിടക്കുന്ന അവസ്ഥയിൽ നാം ആയിരിക്കുന്നെങ്കിൽ, ആമേൻ, അതിനെ ജീവിപ്പിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിലാണ് ഇന്ന് രാവിലെ നാം കടന്നു വന്നിരിക്കുന്നത്. നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ആമേൻ. സ്തോത്രം. പ്രവാചകനോട് പറയുന്നു, നീ ഒന്ന് പ്രവചിക്ക. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവവേദലേ, നിന്റെ വാ കൊണ്ട്, നമ്മളുടെ വാ കൊണ്ട് ഒന്ന് വിളിച്ചു പറയാൻ പറ്റുമോ? ഒന്ന് പ്രവചിക്കാൻ പറ്റുമോ? ആമേൻ. സ്തോത്രം. സദൃശവാക്യത്തിൽ ഞങ്ങൾ എപ്പോഴും പറയുന്നൊരു വാക്യമുണ്ട്. ആമേൻ. 18-ന്റെ 21-ാം വാക്യം, മരണത്തിന്റെയും ജീവന്റെ അധികാരം നമ്മുടെ നാവിന്മേൽ ദൈവം തന്നിരിക്കുന്നത്. അത് ഇഷ്ടപ്പെടുന്നവൻ അതിന് നന്മ പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ കണ്ട് നാം വ്യാകുലപ്പെടുവാൻ, നാം ദുഃഖിക്കുവാൻ, നാം കരയുവാൻ, മുറവിളിയിടുവാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ജീസസ്. ആമേൻ. അസ്ഥി താഴ്വരയിലേക്ക് കൊണ്ടുവന്നു. സകലതും, അവിടെ ഫ്ലഷില്ല, അവിടെ ഞാടിഞ്ഞരമ്പില്ല, അവിടെ കണ്ണില്ല, അവിടെ ത്വക്കില്ല, ആമേൻ, ഒന്നുമില്ല. സകലതും നശിച്ചുപോയി, സകലതും ഇല്ലാതായി. ചില ഉണങ്ങിയ അസ്ഥികൾ മാത്രമാണ് അവിടെ അവശേഷിച്ചിരിക്കുന്നത്. അതിന്റെ നടുവിലേക്കാണ് ദൈവം തന്റെ ഭൃത്യനെ കൊണ്ടു നിർത്തിയത്. ദൈവവേദനെ, ഇന്ന് പകൽക്കാലം നിങ്ങളുടെ അവസ്ഥ എങ്ങനെയായിരിക്കുന്നു? നിങ്ങളുടെ ജീവിതത്തിൽ എന്നെ കേൾക്കുന്ന ദൈവവേദനെ, ആമേൻ, ഇതുപോലെ ഉണങ്ങിക്കിടക്കുന്ന നിർജീവമായ അവസ്ഥയിൽ
ഉണങ്ങിയ അസ്ഥികളുടെ മുമ്പിൽ നിങ്ങൾ ആയിരിക്കുന്നെങ്കിൽ, നിങ്ങളുടെ വിഷയത്തിലായിരിക്കുന്നെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പൽക്കാലം നമ്മുടെ ബുദ്ധി ഉപദേശിക്കുന്നു. നിനക്കൊന്ന് പ്രവചിച്ചു പറയുവാൻ പറ്റുമോ? നിന്റെ വായെ തുറന്ന് പറയാൻ പറ്റുമോ? ഞാൻ ഇതിനെ ഓവർകം ചെയ്യും. ആമേൻ. ഇതിന്മേൽ ഓവർകം ചെയ്യും. ദൈവം എന്നോട് കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സഫലമായി തീരുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രവാചകനോട് പറഞ്ഞത്, ആമേൻ, സ്തോത്രം, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചതിന് അതിന് ഞാൻ, യഹോവയെ കർത്താവേ നീ അറിയുന്നു. അവൻ എന്നോട് കൽപ്പിച്ചത്, ഈ അസ്ഥികളോട് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പീൻ. പ്രൈസ് ദി ലോർഡ്. യഹോവയുടെ വചനം ജീവിപ്പിക്കുന്ന വചനമാണ്. യഹോവയുടെ വചനം തോലിരിക്കുന്ന വചനമാണ്. യഹോവയുടെ വചനം മാൻപേടകളെ പ്രസവിപ്പമാറാക്കുന്ന വചനമാണ്. യഹോവയുടെ വചനം കാദേശ് മരുവിനെ നടുക്കുന്ന വചനമാണ്. യഹോവയുടെ വചനത്താൽ ഈ ഭൂമിയിലുള്ള സകല ഉളവായ വചനമാണ്. യഹോവയുടെ വചനത്താൽ സർവ്വജീവജാലങ്ങളും ഉളവായി. യഹോവയുടെ വചനത്താൽ ഗാലക്സി ഉണ്ടായി. ദൈവത്തിലെ ഒരു കാര്യം നാം മറന്നു പോകരുത്. ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചപ്പോൾ സകലതും ഉളവായെങ്കിൽ അതേപോലെ ചെയ്യുവാനാ ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്. നാം കൽപ്പിച്ചാൽ, നാം പറഞ്ഞാൽ അതുപോലെ സംഭവിക്കും. വിശ്വസിക്കുന്നവരാൽ മാത്രമേ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ സംഭവിക്കുകയുള്ളൂ. ആമേൻ. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം വർദ്ധിക്കട്ടെ. ദൈവത്തിന്റെ വചനം, ആമേൻ, ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങട്ടെ. അതിനായി ഇന്ന് പൽക്കാലം, ആമേൻ, ദൈവം നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. അവന് കൽപ്പിച്ച നീ അസ്ഥികളോട് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പീൻ. യഹോവയെ കർത്താവ്, ഈ അസ്ഥികളെ ഇപ്രകാരം അലച്ച് നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ള വചനമാണ്. ദൈവത്തിന്റെ വചനം ശക്തിയുള്ള വചനമാണ്. ദൈവത്തിന്റെ വചനം തീ പോലെയാ. ദൈവത്തിന്റെ വചനം ചുറ്റിക പോലെയാ. ആമേൻ. ദൈവത്തിന്റെ വചനം ബുൾഡോസർ പോലെയാ. സകലത്തെയും തകർക്കുവാനും ആമേൻ ജീവിപ്പാനുമുള്ള കഴിവ് ദൈവത്തിന്റെ വചനത്തിലുണ്ട്. അത് ഏറ്റെടുക്കുന്നവർക്ക് അതിന്റെ വചനം അവരുടെ നന്മ കാണുന്നത്. സ്തോത്രം. നമ്മൾ വെറുതെ പറഞ്ഞു വിടുവാനുള്ളതല്ല ഈ ദൈവവചനം. ആമേൻ. വചനം പോയാൽ, യെശയ്യാപ്രവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നാം വചനം അയച്ചാൽ വചനം പോയി അതിന്റെ പ്രവൃത്തി ചെയ്തേ മടങ്ങി വരികയുള്ളൂ. വചനം അയച്ചാൽ വചനം വെറുതെ പോകത്തില്ല. ആ വചനം പോയി വചനത്തിന്റെ പ്രവൃത്തി ചെയ്തേ വചനം മടങ്ങി വരികയുള്ളൂ. ഇന്ന് പലകാലം ആമേൻ വചനത്തിലേക്ക് നമുക്കൊന്ന് ഇറങ്ങാം. ഹല്ലേലൂയ. സ്തോത്രം. പ്രവാചകൻ പറഞ്ഞു, ആമേൻ, യഹോവ കർത്താവ് അസ്ഥികളോട് ഇപ്രകാരം നിങ്ങൾ ജീവിക്കേണ്ടത് ഞാൻ നിങ്ങളുടെ മേൽ ശ്വാസം വരുത്തും. ആമേൻ. ഇന്ന് പൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിലെ ഇതുപോലെ ഡീക്കേഡായ, ആമേൻ, ദ്രവിച്ചുപോയ, ആമേൻ, മുറിഞ്ഞുപോയ, ആമേൻ, സ്തോത്രം, അസ്ഥികളുടെ മുമ്പ് അതുപോലെയുള്ള വിഷയത്തിന് മുമ്പിൽ നിങ്ങൾ ആയിരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് അതിനെ വിളിച്ചു വരുത്തിയിട്ട് അതിന്മേൽ ശ്വാസം പകരുവാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് കാലം വിശ്വസിക്കുന്നവരാൽ ആമേൻ ആ വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിപ്പാനിടയായിട്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ആമേൻ. ശ്വാസം പകരുന്ന ദൈവം. ആമേൻ. സ്തോത്രം. നമുക്ക് നോക്കാം. ഈ അസ്ഥി, പൊടിഞ്ഞു കിടക്കുന്ന അസ്ഥി മറ്റൊരാളുടെ അസ്ഥിയെ അല്ല ഇതിനെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ആമേൻ. പ്രവാചകൻ പ്രവചിച്ചു കഴിഞ്ഞപ്പോൾ ആ സെയിം പേഴ്സന്റെ അസ്ഥികളാൽ എവിടെല്ലാം അത് മാറിക്കിടക്കുന്നു അത് ഒരുമിച്ച് വന്ന് രൂപം കൊള്ളുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി എന്താണെന്ന് നാം മനസ്സിലാക്കണം. നമ്മുടെ നാവിന്മേൽ പകർന്നിരിക്കുന്ന അധികാരം എന്തെന്ന് നാം മനസ്സിലാക്കണം. അപ്പൊ നാം പറഞ്ഞാൽ കാര്യങ്ങൾ നടക്കുമെന്നോ നാം മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. വചനത്തിന്റെ ശക്തിയിലേക്ക് ദൈവം നമ്മെ ഇറക്കട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. യഹോവയെ കർത്താവ് അസ്ഥികളുടെ പ്രകാരം അരുളിച്ചെയ്തു, നിങ്ങൾ ജീവിക്കേണ്ടത് ഞാൻ നിങ്ങളുടെ മേൽ ശ്വാസം വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പും ആമേൻ മാംസവും പിടിപ്പിച്ച് നിങ്ങളുടെ ത്വക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തുമെന്ന് ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. ആമേൻ. 7-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, എന്നോട് കൽപ്പിച്ച പോലെ തന്നെ ഞാൻ പ്രവചിച്ചു. ഇന്ന് പാൽക്കാലം ഈ വചനം പ്രവാചകന് മാത്രം കൊടുത്ത വചനമല്ല. ഞാൻ ഇവിടെ ഇരിക്കുന്ന എന്നെ കേൾക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി ദൈവം തന്ന വചനമാണ്. ഹല്ലേലൂയ.
ഈ വചനം നാം ഏറ്റെടുത്താൽ ആ വചനത്തിന്റെ ശക്തി നാം കാണുവാനിടയായി തീരും. സ്തോത്രം. ദൈവാത്മാവ് വേറെ ഒരു ഭാഗ്യത്തേക്ക് എൻ്റെ ചിന്ത കൊണ്ടുവരുന്നു. സ്തോത്രം. 107-ാം സങ്കീർത്തനത്തിലേക്ക് ഞാനൊന്ന് ഓടി വരട്ടെ. സ്തോത്രം. ആമേൻ. 107-ാം സങ്കീർത്തനത്തിൽ ഇതിന്റെ 10-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്: ദൈവത്തിന്റെ വചനങ്ങളോട് മത്സരിക്കുകയും അത്യന്റെ ആലോചന നിരസിക്കുകയും ചെയ്തിട്ട് ഇരുളിലോ അന്ധമസിലോ ഇരുന്ന അരിഷ്ടതയാലും ഇരുമ്പ് ചങ്കയാലും ബന്ധിക്കപ്പെട്ടവർ അവരുടെ ഹൃദയത്തെ അവൻ കഷ്ടത കൊണ്ട് താഴ്ത്തി. അവർ ഇടർ വീണു, സഹായിപ്പാൻ ആരും ഉണ്ടായിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നാം ദൈവത്തിന്റെ വചനത്തോട് നാം മത്സരിക്കരുത്. ദൈവം പറയുന്ന ആലോചനകൾ വ്യക്തിപരമായി നാം ഏറ്റെടുക്കണം. ദൈവത്തിന്റെ വചനത്തോട് നാം മത്സരിച്ചാൽ എന്ത് സംഭവിക്കുമെന്നാ ഇവിടെ നാം വായിച്ചത്. ദൈവത്തിന്റെ വചനത്തോട് മത്സരിക്കുകയും അത്യുന്നതിന്റെ ആലോചന നിരസിക്കുകയും ചെയ്തിട്ട് ഇരുട്ടിലും അന്ധതമസിലും ഇരിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ വചനത്തോട് നാം മത്സരിച്ചാൽ ഇരുട്ടിലും അന്ധതമസിലും നാം ആയി തീരുവാൻ ഇടയായി തീരും. എന്നാൽ ദൈവത്തിന്റെ വചനത്തോട് നാം ഏറ്റെടുത്താൽ, ആ വചനം നാം ഏറ്റെടുത്തു കഴിഞ്ഞാൽ നമ്മളിൽ പ്രകാശം വരുവാനിടയായി തീരും. ആമേൻ. സൂര്യനെ പോലെയുള്ള ആ ദൈവത്തിന്റെ ആ മുഖശോഭ, ആ പ്രകാശം, ദൈവത്തിന്റെ ആ ശോഭ നമ്മളിൽ മേൽ വരുവാനിടയായി തീരും. സ്തോത്രം. ആമേൻ. ഇവിടെ വായിച്ച ഇങ്ങനെ: അരിഷ്ടതയാലും ഇരുമ്പ് ചങ്ങലയാലും ബന്ധിക്കപ്പെട്ടവർ അവരുടെ ഹൃദയത്തെ അവൻ കഷ്ടത കൊണ്ട് താഴ്ത്തി. അവർ ഇടറി വീണു, സഹായിപ്പാൻ ആരും ഉണ്ടായിരുന്നില്ല. എന്നാൽ അവർ തങ്ങളുടെ കഷ്ടതയിലോട് നിലവിളിച്ചു, അവൻ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ ദൈവവചനത്തിന് എതിരായി നാം മത്സരിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് പാൽക്കാലം നാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ നമ്മളോട് കരുണ കാണിക്കുന്ന ദൈവത്തിന്റെ സ്ഥലം നാം ആയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എസ്കൽ 37:7 വചനം: എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു, ഉടനെ ഒരു ഭൂകമ്പം ഉണ്ടായി. ആമേൻ. ഞാൻ പ്രവചിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉടനെ ഒരു മുഴക്കം കേട്ടു. ആമേൻ. സ്തോത്രം. നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചൊരു കാര്യമാണ്. അപ്പോസ്തല പ്രവൃത്തിയിൽ 17-ാം അധ്യായത്തിന് അർദ്ധരാത്രിയിൽ പൗലോസും ശീലാസും ആമേൻ അവർ കർത്താവിനെ പാടി സ്തുതിച്ചു കഴിഞ്ഞപ്പോൾ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങുവാനിടയായി തീർന്നു. ഇവിടെ നാം വായിച്ചത്: ഞാൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കമുണ്ടായി. ദൈവജനെ, നാം കർത്താവ് പറയുന്ന കേൾക്കുന്ന വചനത്തിനനുസരിച്ച് നാം ആ വചനത്തെ നാം ഏറ്റെടുത്താൽ ആ വചനത്തിന്റെ ശക്തി നമ്മളിൽ വെളിപ്പെടുവാനിടയായി തീരും. ആമേൻ. അവൻ കൽപ്പിച്ച പോലെ ഞാൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു, ഉടനെ ഒരു ഭൂകമ്പം ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനത്തിൽ പല ഭാഗത്ത് നാം കാണുന്നുണ്ട് ദൈവപ്രവൃത്തി നടന്ന ഇടങ്ങളിലെല്ലാം ഭൂകമ്പം ഉണ്ടായതായി. സ്തോത്രം. യേശുവിനെ കല്ലറയിലാക്കിയപ്പോൾ ആമേൻ ആ കല്ലറ തുറക്കുവാനായി അവിടെ ഭൂകമ്പം ഉണ്ടായി. സ്തോത്രം. ഞാൻ എല്ലാ ഭാഗങ്ങളിലേക്കും പോകുന്നില്ല. സ്തോത്രം. ഇവിടെ നാം വായിക്കുന്ന ഒരു ഭൂകമ്പമുണ്ട്. അസ്ഥി. ആമേൻ. ആദ്യം ഒരു മുഴക്കം വന്നു, പിന്നെ ഒരു ഭൂകമ്പം കേട്ടു, പിന്നെ അസ്ഥിയോടെ വന്ന് ചേരുവാനിടയായി തീർന്നു. എവിടെല്ലാം ഡാമേജായി കിടന്നത്, മുറിഞ്ഞു കിടന്നത്, ആമേൻ, അതെല്ലാം ഒരുമിച്ച് വന്ന് ചേരുവാനിടയായി തീർന്നു. സ്തോത്രം. ദൈവത്തിലെ നാം അനുഭവിക്കുന്ന പ്രശ്നം, അത് കുടുംബത്തിലുള്ളതായാലും ഏത് വിഷയമായാലും, ആമേൻ, അതിനെ കൂട്ടി യോജിപ്പിക്കുന്ന കർത്താവിനെ നാം സേവിക്കുന്നത്. ആമേൻ. എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ടൊരു കാര്യവുമില്ല. വിശ്വസിക്കുന്നവരാൽ അത് സംഭവിച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഏതെല്ലാം വിഷയത്തിൽ നിങ്ങൾ ഭാരപ്പെടുന്നെങ്കിൽ ആ വിഷയത്തിന്, ആമേൻ, ആ വിഷയത്തിന്മേൽ ഇന്ന് പാൽക്കാലം ദൈവപ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. വിശ്വസിപ്പാൻ, ആമേൻ, നിങ്ങൾക്ക് തയ്യാറായാൽ ആ വിഷയത്തിൽ ദൈവപ്രവൃത്തി കാണുവാനിടയായിത്തീരും. അവൻ എന്നോട് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പ്രവചിച്ചു.
അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ആമേൻ. ഞാൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു. ഉടനെ ഒരു ഭൂകമ്പം ഉണ്ടായി. അസ്ഥി അസ്ഥിയോട് വന്ന് ചേർന്നു. ആമേൻ. സ്തോത്രം. ദൈവത്തിലെ ലോകത്തിലെ മനുഷ്യരോട് ചോദിച്ചാൽ അവർക്ക് ലോകപരമായുള്ള ലോജിക്കിൽ ഒരിക്കലും അവർക്ക് വിശ്വസിപ്പാൻ കഴിയുന്ന ഒരു കാര്യമല്ലിത്. അവൻ ദ്രവിച്ചു പോയ അസ്ഥി അത് ഒരുമിച്ച് കൂട്ടിച്ചേർന്നിട്ട് അതിന്മേൽ തൊക്കും മജ്ജയും മാംസവും എല്ലാം വന്നു ചേർന്നു. നമ്മുടെ ദൈവത്തിന് അത് സാധിക്കും. നമ്മുടെ ദൈവത്തിന് അസാധ്യമായ ഒരു കാര്യമില്ല. എന്നെ കേൾക്കുന്ന ദൈവത്തിലെ നമ്മളെ കൊണ്ടത് സാധിക്കും. നീ പ്രവചിക്കുവാൻ നീ തയ്യാറായാൽ നിന്നെ കൊണ്ടത് സാധിക്കും. ഹല്ലേലൂയ. ഈ വചനം നീ ഏറ്റെടുത്താൽ, നിങ്ങൾ ഏറ്റെടുത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ നന്മ, വചനത്തിന് നന്മ വരുവാനിടയായിട്ട് നമ്മുടെ ദൈവം നന്മ മാത്രം ചെയ്യുന്ന ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. അസ്ഥി അസ്ഥിയോട് വന്നു ചേർന്ന് പിന്നെ ഞാൻ നോക്കി അവിടെ മേൽ ഞരമ്പും, 8-ാം വാക്യം, പിന്നെ ഞാൻ നോക്കി അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നത്, അവയുടെ മേൽ തൊക്ക് പൊതിഞ്ഞതും കണ്ടു, എന്നാൽ ശ്വാസം അവയിലില്ലായിരുന്നു. സ്തോത്രം. ഈ 37-ാം അധ്യായത്തിന്റെ 8-ാം വാക്യമാണ് ഞാൻ വായിച്ചത്. പിന്നെ ഞാൻ നോക്കി അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നു, അവയുടെ മേൽ തൊക്ക് പൊതിഞ്ഞിരിക്കുന്നത് ഞാൻ കണ്ടു. ആമേൻ. എന്നാൽ ശ്വാസം അവയിലില്ലായിരുന്നു. ആമേൻ. സ്തോത്രം. നീ പറയുവാൻ റെഡിയായാൽ, നീ പ്രവചിക്കുവാൻ തയ്യാറായാൽ നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ ഇത് കാണും. ആമേൻ. നിന്റെ വിഷയത്തിൽ ആമേൻ. സ്തോത്രം. നീ പറയുവാൻ റെഡിയായാൽ, നീ പ്രവചിക്കുവാൻ റെഡിയായാൽ, നീ പ്രവചിച്ചാൽ, ഹല്ലേലൂയ, ആമേൻ, തൊക്കില്ലാത്തടത്ത് തൊക്ക് വരുന്നത്, മാംസമില്ലാത്തടത്ത് മാംസം വരുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, ഞരമ്പില്ലാത്തടത്ത് ഞരമ്പ് വരുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, മുറിഞ്ഞുപോയ അസ്ഥികൾ ഒരുമിച്ച് യോജിക്കുന്നത് നിന്റെ കണ്ണുകൊണ്ട് തന്നെ നിനക്ക് കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. വചനം ജീവിപ്പിക്കുന്ന വചനമാണ്. വചനം ശക്തിയുള്ള വചനമാണ്. അപ്പൻ അതിനായി നമ്മുടെ നാവിനെ നമ്മൾ ഉപയോഗിച്ചാൽ അപ്പൻ ദൈവപ്രവൃത്തി നമ്മളിൽ കാണുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. എന്നാൽ ശ്വാസം അതിലില്ലായിരുന്നു. ശ്വാസമില്ലാത്തതുകൊണ്ട് അവിടെ കൊണ്ട് ദൈവം ഉപേക്ഷിച്ചോ? അവിടെ കൊണ്ട് ദൈവം നിർത്തിവെച്ചോ? ഇല്ല. നമ്മുടെ ദൈവം ഒരു കാര്യം തുടങ്ങി വെച്ചാൽ അത് ഫുൾഫിൽ ചെയ്യുന്ന ദൈവം. ആമേൻ. വിളിച്ചിറക്കിയിട്ട് വഴിയിലിട്ടു പോകുന്ന ദൈവത്തെയല്ല നാം സേവിക്കുന്നത്. നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കാമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം അത് ചെയ്യും. നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കാമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം അത് ചെയ്യും. നാം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ആമേൻ. നാം അത് ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. നാം പ്രവചിക്കുവാൻ റെഡിയാകുമോ? നാം പറയുവാൻ നാം റെഡിയാകുമോ? സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നമുക്ക് ആ ചരിത്രം അറിയാം. നിങ്ങൾ ആരും ബൈബിൾ എടുക്കണ്ട. സ്തോത്രം. ലാസർ മരിച്ചു. ലാസർ മരിച്ചപ്പോൾ യേശുവിനെ വിളിപ്പാനായി പോയി. യേശു വന്നില്ല. എന്നാൽ ആ ചരിത്രത്തിലെല്ലാം നമുക്കറിയാം. എന്നാൽ യേശു ഭവനത്തിൽ, മാർത്തയുടെയും മറിയുടെയും ഭവനത്തിൽ വന്നിട്ട് യേശു ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. അവനെ എവിടെ വെച്ചു എന്ന് കാണിപ്പാൻ അവർ കാണിച്ചു. യേശു എന്ന് നോക്കിയിട്ട് പറഞ്ഞു, എവിടെ വെച്ച്? അവനെ ഗുഹയിൽ വെച്ചു. യേശു പറഞ്ഞു, നിങ്ങൾ വെച്ച കല്ല് നിങ്ങൾ എടുത്ത് മാറ്റ്. അതെൻ്റെ ഡ്യൂട്ടിയല്ല, അത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. അവരെ കൊണ്ട് യേശു ആ കല്ല് എടുപ്പിച്ചത്. എന്നിട്ട് അടുത്തത് ദൈവം ലാസറിനോട് പറഞ്ഞു, ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ ലാസർ പുറത്തു വന്നു. പക്ഷെ അവൻ വന്നത് കെട്ടപ്പെട്ടവനായ വന്നത്. അതിന് യേശു പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിങ്ങൾ അവനെ കെട്ടഴിപ്പീൻ, അവൻ സ്വാതന്ത്ര്യത്തോടെ പോകട്ടെ. നമ്മൾ കെട്ടിവെച്ചത്, നമ്മൾ ഉരുട്ടി വെച്ചത് ദൈവത്തിനോ എനിക്കോ അത് മാറ്റാനൊക്കത്തില്ല. അവൻ സ്തോത്രം. നമ്മൾ തന്നെ അത് ഉരുട്ട് മാറ്റിയെങ്കിലേ പറ്റത്തുള്ളൂ. നമ്മളത് അടിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. സ്തോത്രം. നമ്മളോട് പ്രവചിക്കാൻ ദൈവം പറഞ്ഞാൽ നമ്മൾ പ്രവചിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. സ്തോത്രം. നമ്മുടെ വിഷയത്തിൽ വിടുതൽ കിട്ടണമെങ്കിൽ നമ്മൾ പറയണം. ഹല്ലേലൂയ. ഇവിടെ അമ്മ പ്രവാചകൻ പ്രവചിച്ചു കഴിഞ്ഞപ്പോൾ തൊക്ക് വന്നു, ഞരമ്പ് വന്നു, മാംസം വന്നു, പക്ഷേ ശ്വാസമില്ല. ദൈവം പിന്നെയും പറയുന്നു. അമ്മ അടുത്ത വാക്യം വായിച്ചാട്ടെ. 9-ാം വാക്യം. ഞാൻ വേഗം ഇരുപ്പാനാ. അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത്, കാറ്റിനോട് പ്രവചിക്ക,
മനുഷ്യപുത്ര, നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ശ്വാസമേ, നീ 4 കാറ്റുകളിൽ നിന്നും വന്ന് ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. ദൈവം ആ പ്രവൃത്തി അവിടെ നിർത്തിവെക്കുകയല്ല ചെയ്തത്. ആമേൻ. ശ്വാസം കാണാഞ്ഞപ്പോൾ വീണ്ടും പ്രവാചകനോട് പറയുന്നു, ആമേൻ, സ്തോത്രം, നീ കാറ്റിനോട് പ്രവചിക്ക. മനുഷ്യപുത്ര, നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ശ്വാസമേ, നീ 4 കാറ്റിൽ നിന്ന് വന്ന് ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. ആമേൻ, സ്തോത്രം. അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം, 10-ാം വാക്യത്തിൽ വായിക്കുന്നു, അവൻ എന്നോട് കൽപ്പിച്ച പോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരുടെ മേൽ വന്നു. അവർ ജീവിച്ച് ഏറ്റവും വലിയ ഒരു സൈന്യമായി തീരുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന ദൈവവേദലേ, നമ്മുടെ മേൽ ദൈവം അധികാരം തന്നിട്ടുണ്ട്. ജീർണിച്ചു പോയ അവസ്ഥയെ കണ്ട് നാം ഭാരപ്പെടുവാനല്ല ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്. ആമേൻ. ഒരിക്കലും നന്മ പ്രാപിക്കുകയില്ല, ഒരിക്കലും നാം രക്ഷപ്പെടുകയില്ലെന്ന് ലോകം വിധിയെഴുതുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിൽ നിന്ന് വ്യക്തമായി നമ്മളോട് സംസാരിപ്പാൻ ഇടയായി തീർന്നു. നീ ഒന്ന് പ്രവചിപ്പാൻ, അല്ല വചനം ഏറ്റെടുക്കുവാൻ ദൈവത്തിന്റെ ആലോചനയ്ക്ക് ആമേൻ നിരസിക്കാതെ വചനത്തിൽ നിന്ന് വിശ്വസിച്ചുകൊണ്ട് വചനമെന്ന് ഏറ്റെടുക്കുവാൻ നീ തയ്യാറായാൽ അമ്മ ദൈവപ്രവൃത്തി കാണുവാൻ ഇടയായി തീരും. സ്തോത്രം. ഒരു വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ ഈ വേഗം ഇരുപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ദൈവം നമ്മുടെ മേൽ ആത്മാവിനെ പകർന്നു വന്നു. സ്വപുത്രത്തിന്റെ ആത്മാവിനെ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. സ്തോത്രം. അബ്ബാ പിതാവേ എന്ന് വിളിപ്പാനുള്ള ആത്മാവിനെ ദൈവം നമ്മുടെ മേൽ തന്നത്. ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് തന്നത്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 8-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. സ്തോത്രം. കാറ്റ് ഇഷ്ടമുള്ളിടത്ത് ഊതുന്നു, ആമേൻ. അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല. നാം ഇവിടെ വായിച്ചുകൊണ്ടിരുന്നത്, ആമേൻ, ശ്വാസമില്ലാതെ ഇരുന്നപ്പോൾ ദൈവം പറഞ്ഞ് പ്രവാചകനോട് പറഞ്ഞത്, നീ കാറ്റിനോട് പ്രവചിക്ക. കാറ്റിനോട് പ്രവചിച്ചു കഴിഞ്ഞപ്പോൾ ആമേൻ അവിടെ മേൽ ശ്വാസം വരുവാനിടയായിട്ട്. പ്രൈസ് ദി ലോർഡ്. നിക്കോദിമസിനോട് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ ഇവിടെ വായിപ്പാൻ ഇടയായിത്തീർന്നത്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ നിന്ന്. സ്തോത്രം. അവിടെ പറഞ്ഞിരിക്കുന്നത്, കാറ്റ് എവിടെ നിന്ന് വരുന്നതെന്നും എവിടേക്ക് പോകുന്നതെന്നും നിങ്ങൾ അറിയുന്നില്ല, എന്നാൽ ആത്മാവിനാൽ ജനിച്ചവനെല്ലാം അതുപോലെയാകും. ആമേൻ. ദൈവമേ, നാം ആത്മാവിനെ പ്രാപിച്ചവരാണെങ്കിൽ നമുക്ക് കാറ്റിന്റെ ഗതിയെ നിയന്ത്രിക്കാൻ പറ്റും. നാം ആത്മാവിനെ പ്രാപിച്ചവരാണെങ്കിൽ നാം കാറ്റിന്റെ ശക്തി പോലെ ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്. നാം ആത്മാവിനെ പ്രാപിച്ചവരാണെങ്കിൽ സകലത്തെയും നിയന്ത്രിക്കുവാനുള്ള അധികാരം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. നാം ആത്മാവിനെ പ്രാപിച്ചവരാണെങ്കിൽ സകലത്തെയും ചലിപ്പിക്കാനുള്ള അധികാരം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. നാം ആത്മാവിനെ പ്രാപിച്ചവരാണെങ്കിൽ ആമേൻ കാറ്റിന്റെ ഗതിയെ ഈ ലോകത്തിലെ ഒരു പൊളിറ്റീഷ്യൻസിനോ ഒരു വാത്മീയക്കോ ഒരു മസിൽമാനോ ഒന്നും നിയന്ത്രിക്കാൻ ഒക്കത്തില്ല. എന്നാൽ ഒരു ദൈവത്തിന് പറ്റും. നീ പറഞ്ഞാൽ അത് നടക്കും. അതിന് റൂട്ട് മാറ്റി വിടുവാനും നീ പറയുന്ന പോലെ കാറ്റനുസരിക്കും. കാറ്റിന് കണ്ണുണ്ടോ ചെവിയുണ്ടോ? ഉണ്ട്. നീ പറഞ്ഞാൽ അത് കേൾക്കും, നീ പറഞ്ഞാൽ അത് കാണും. ആമേൻ. സ്തോത്രം. ദൈവം നമ്മളെ അതുപോലെ ദൈവമാക്കിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സമയം മുന്നോട്ട് പോയതുകൊണ്ട് ഞാൻ വാക്കുകളെ ഉപസംഹരിക്കുന്നു. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ദൈവമേ, നാം വചനത്തിന്റെ വ്യവസ്ഥയിൽ കർത്താവ് നമ്മളോട് ആലോചന പറഞ്ഞാൽ അത് നാം അനുസരിപ്പാൻ തയ്യാറായാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി കാണുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിച്ച് അമ്മ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് അമ്മയെ തുടർന്ന് നമുക്ക് പാട്ടുകൾ പാടി കർത്താവിനെ ആരാധിക്കാമല്ലോ. സ്തോത്രം.